നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. നിർമ്മാണത്തിലിരിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യങ്ങൾ കൂട്ടത്തോടെ തള്ളി പഞ്ചായത്ത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ചമ്രവട്ടത്ത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. മദ്യക്കുപ്പികൾ മുതൽ ഡയപ്പറുകൾ, പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ, ചില്ല് കഷ്ണങ്ങൾ, അങ്ങനെ എല്ലാ തരം മാലിന്യങ്ങളും തള്ളിയവയിലുണ്ട്. ലോറിയിൽ പല തവണകളിലായി എത്തിച്ച മാലിന്യക്കൂന നാടിന് വലിയ ആരോഗ്യ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഒരേ സമയം ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന ചമ്രവട്ടം റോഡിനോട് ചേർന്നുള്ള ഭൂമിയാണ് പഞ്ചായത്ത് അധികൃതർ കുപ്പത്തൊട്ടിയാക്കി മാറ്റിയിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് മാലിന്യം തള്ളിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ സംഭവം പെടുന്നത്. ചമ്രവട്ടത്ത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും ശിശുക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട് 1984-82 തുടങ്ങി വെച്ച പദ്ധതിയാണ് ചമ്രവട്ടം IPP സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡോക്ടറും ഒരു നേഴ്സും ഒരു സംവിധാനമൊക്കെ വന്നിട്ട് ആളുകൾക്ക് അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. AV ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തി ഡൊണേറ്റ് ചെയ്ത സ്ഥലമാണിത്. ഈ സ്ഥലത്ത് പുതിയതായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, പഞ്ചായത്തിന്റെ അധികൃതർ. ഇപ്പോൾ ഇതിന്റെ വാർപ്പ് കഴിഞ്ഞു, ഇനി അടി ഫില്ലിംഗ് ആണ് നടക്കുന്നത്. അടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഫുള്ള് മാലിന്യങ്ങൾ കൊടുത്തിട്ടാണ് ഇതിന്റെ ഫ്ലോർ നിറയ്ക്കാനുള്ള തീരുമാനം. നമ്മളൊരു കുളം അല്ലെങ്കിൽ ഒരു തോട് പോലും ഈ മാലിന്യങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും നിറയ്ക്കാൻ പാടില്ല. അത്രയും സാംക്രമിക രോഗങ്ങൾ നിറഞ്ഞ ഒരു എന്താ പറയാ മാലിന്യ കൂട്ടാണ് ഇതിലിട്ട് നിറയ്ക്കാൻ പോണത്. ഇത് ആർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് ഇതിന്റെ കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ കോൺട്രാക്ടർ പറയുന്നത് എനിക്കത് അറിയില്ല, അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കണം എന്നാണ് കോൺട്രാക്ടർ പറയുന്നത്. അപ്പൊ ഇവരൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സംഭവം ഇതിപ്പോ വൈകിട്ടാണ് ഈ സംഭവം. പകലാണെങ്കിൽ ഇത് ചെയ്യില്ലല്ലോ. രാത്രി ആയതുകൊണ്ടാണ്, രാത്രിയുടെ മറവിലാണ് ഈ സാധനം ഇവിടെ കൊടുന്നിട്ടിട്ട് ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടാല് ഫുള്ള് ബാറും മറ്റ് എന്തൊക്കെ വേസ്റ്റ് ഉള്ളത്, എല്ലാ വേസ്റ്റ് ഉണ്ട്. അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക്, അത്ര വേസ്റ്റാ. പ്ലാസ്റ്റിക്, ചാക്ക്, പിന്നെ കുപ്പി, പൊട്ട്, പേപ്പേഴ്സ് മുതലായി. പിന്നെ അതെല്ലാം ഈ ചളി വിളിയാണിത്. നേരത്തെയുണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്ര കെട്ടിടം അപകട നിലയിലായതിനെ തുടർന്നാണ് പുതിയ കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്താണ്. കെട്ടിടത്തിന്റെ തറയിലേക്ക് ഉൾപ്പെടെ മാലിന്യം തള്ളിയിട്ടുണ്ട്. മാലിന്യം തള്ളിയത് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലായതിനാൽ അധികൃതർക്കെതിരെയും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിന് നമ്മൾ ഈ 3 വാർഡ് പ്രതിനിധീകരിക്കുന്ന ചമ്രവട്ടത്തുള്ള ആകെ ഒരു ഹെൽത്ത് സെൻ്ററാണിത്. ഈ ഹെൽത്ത് സെൻ്റർ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്നത്. അത് പൊളിക്കണമെന്നും അത് ഇവിടുത്തെ നാട്ടുകാരെ നിർബന്ധപ്രകാരമാണ് ഇത് പൊളിച്ചിട്ടുള്ളത്. പൊളിച്ച് രണ്ടാമത് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭരണസമിതിയാണ് വർക്ക് നന്നായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇപ്പോൾ ഇതിൽ കൊടുന്നിട്ട് ഇതിൻ്റെ തറ തൂർക്കാൻ വേണ്ടിയിട്ട് ഈ ഖരമാലിന്യങ്ങളായ പ്ലാസ്റ്റിക് പോലുള്ള ഈ സംഗതികൾ കൊടുന്നിട്ട് തൂർത്തിട്ട് ഇത് ചെയ്യാനുള്ള പരിപാടി. ഇത് അന്വേഷിച്ചപ്പോൾ കോൺട്രാക്ടർ ഈ സംഭവം അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഭരണസമിതി മുന്നിൽ നിന്നിട്ട് ചെയ്ത ഒരു പരിപാടിയാണത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ള നാട്ടുകാരെ ഞങ്ങൾക്ക് അറിഞ്ഞേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തൊട്ടടുത്തുള്ള വീട്ടുകൾക്കൊക്കെ ഇത് ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിലും വലിയൊരു മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള സംഗതികൾ ഇവിടെ കൊടുന്ന് ഈ തറയുടെ ഉള്ളിൽ തട്ടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമാണ്. അതുകൊണ്ട് ഇത് നാളെ തന്നെ ഇത് ഇവിടുന്ന് കോരിക്കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കണം എന്നാണ് ഞങ്ങളിത് കേസുമായി ഇതുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾ എല്ലാവരും വലിയ പ്രതിഷേധമാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ പഞ്ചായത്ത് ഇത് കൊണ്ടുപോയില്ല, നാളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് ഭയങ്കര പ്രതിഷേധത്തിൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ മുന്നിൽ ഇത് കൊണ്ട് കൊട്ടാനും ജനങ്ങൾ കൂടെ ഒരുക്കും.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഒരു 6 മണിയാവാൻ നേരത്ത് വൈസ് പ്രസിഡന്റും 10ാം വാർഡിലത്തെ മെമ്പറും പഞ്ചായത്തിൻ്റെ ജീപ്പിൽ വന്നിട്ടാണ്. അപ്പോൾ ഒരു ലോറി വന്നിട്ടാണ് തട്ടിപ്പോയത്. എത്ര ലോറി വന്നു? ഞാൻ ലാസ്റ്റ് കണ്ടത് അപ്പോൾ ഒരു ലോറിയാണ് കണ്ടത്. അപ്പോൾ ലാസ്റ്റ് ലോഡാണ് വന്നത്. അപ്പോൾ ഞാൻ 2-3 ആൾക്കാരെ വിളിച്ചു. അപ്പോൾ അവരൊന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി. നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂട്ടി വന്നത്. നിസ്കാരം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂട്ടി വന്നത്. എന്തായാലും നിങ്ങൾ അവരോട് ചോദിച്ചോ എന്താ സംഭവം എന്ന് ചോദിച്ചോ? അല്ല, ഞങ്ങൾ ഇക്കാൻ ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റക്കായ കാരണം അങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ മറ്റവരെ വിളിച്ചപ്പോൾ സമയമാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടെ വന്നതാണ്. ഇപ്പോൾ ഇതൊരു ഹെൽത്ത് സെന്റർ ആണ്, അതാണ് നോക്കേണ്ടത്. അവിടെയാണെങ്കിൽ മാലിന്യം കൊടുത്തിട്ട് ഇതിന്റെ ചുറ്റുവട്ടത്തും വീടുകളാണോ? കിണറും വീടുകളൊക്കെ അല്ലേ, ഫാമിലി താമസിക്കുന്ന സ്ഥലങ്ങളല്ലേ. പഞ്ചായത്ത് നടപടിയിൽ നാട്ടുകാർ രോഷാകുലരാണ്. തന്റെ അറിവോടെയല്ല മാലിന്യം തള്ളിയിട്ടുള്ളതെന്നാണ് കരാറുകാരൻ നാട്ടുകാരെ അറിയിച്ചിട്ടുള്ളത്. ജനവാസ കേന്ദ്രം കൂടിയായതിനാൽ നാട്ടിൽ സാംക്രമിക രോഗങ്ങൾ പടരുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. എഡിറ്റർ ലൈവ്, തിരൂർ.